ചികിത്സാ പിഴവ് മൂലം വലതുകൈ നഷ്ടപ്പെട്ട പാലക്കാട്ടെ 9 വയസ്സുകാരി വിനോദിനിക്ക് കൃത്രിമ കൈ പിടിപ്പിച്ചു. എന്റെ കൈ എവിടെ അമ്മേ എന്ന മകളുടെ ഇടയ്ക്കിടയ്ക്കുള്ള ചോദ്യത്തിൽ ഉത്തരം മുട്ടുകയായിരുന്നു 123 ദിവസമായി 9 വയസ്സുകാരി വിനോദിനിയുടെ മാതാപിതാക്കൾ. എന്നാൽ ഞായറാഴ്ച അവൾ തന്റെ ശരീരത്തിൽ വന്ന മാറ്റത്തെ ആദ്യം പേടിയോടെ നോക്കിയെങ്കിലും മനസ്സിനൊത്ത് കൈവിരലുകൾ ചലിച്ചപ്പോൾ സന്തോഷമായി. കാക്കനാട് ഓലിമുകൾ ജംഗ്ഷന് സമീപത്തെ കൊല്ലം കുടിനഗറിലെ ഹോപ്പ് എന്ന സ്ഥാപനത്തിൽ വെച്ച് ആണ് കൃത്രിമ കൈ പിടിപ്പിച്ചത്. തുടക്കത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവുമെങ്കിലും കുറച്ച് ദിവസത്തെ വ്യായാമവും പരിശീലനവും കഴിയുന്നതോടെ എഴുതാനും വരയ്ക്കാനും വഴങ്ങുന്ന വിരലുകളായി മാറുമെന്ന് അധികൃതർ പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ കൃത്രിമ കൈകൊണ്ട് വിനോദിനി തന്നെ കാണാനെത്തിയ പ്രതിപക്ഷ നേതാവിന് പൂക്കൂട നൽകി. കുട്ടിയുടെ കൃത്രിമ കൈ തൊട്ട വി.ഡി. സതീശൻ താൻ കൊണ്ടുവന്ന ചോക്ലേറ്റും പാവക്കുട്ടിയും സമ്മാനിച്ചു. പിതാവ് വിനോദും അമ്മ പ്രസീതയും പ്രതിപക്ഷ നേതാവിന് നന്ദി പറഞ്ഞു. വലതുകൈ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് വിനോദിനി സ്കൂളിലേക്ക് പോയിട്ടില്ല. എഴുതാനും വരയ്ക്കാനും വഴങ്ങുന്ന വിരലുകളുമായി ഇനി കൊച്ചു വിനോദിനിക്ക് സ്കൂളിലേക്ക് പോകാം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ വലതുകൈ നഷ്ടപ്പെട്ട കുട്ടിക്ക് കൈക്കു പകരം കൃത്രിമ കൈ വച്ചു നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് ഈ കുടുംബത്തെ അറിയിച്ചിരുന്നു. ആ വാക്ക് പാലിക്കുകയായിരുന്നു ഞായറാഴ്ച കുട്ടിക്ക് വലത് കൃത്രിമ കൈ വച്ചു നൽകിയതിലൂടെ. ഇതിന് ചിലവായ 6 ലക്ഷത്തോളം രൂപ നേരത്തെ തന്നെ ഹോപ്പ് എന്ന സ്ഥാപനത്തിന് പ്രതിപക്ഷ നേതാവ് കൈമാറിയിരുന്നു. കുട്ടി വെള്ളിയാഴ്ചയാണ് കാക്കനാട് എത്തിയത്. ഇവർക്ക് സഹായവുമായി മുൻമന്ത്രി വി.സി. കബീറും എത്തിയിരുന്നു. 2 ദിവസം കൃത്രിമ കൈ വച്ചുപിടിപ്പിച്ചതിന്റെ ഭാഗമായി പരിശോധന നടത്തിയ ശേഷം ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്ത കൃത്രിമ കൈ ഹോപ്പ് മാനേജിംഗ് ഡയറക്ടർ കവിത പഞ്ചലിന്റെ നേതൃത്വത്തിലാണ് പിടിപ്പിച്ചത്. ഉമാ തോമസ് എം.എൽ.എ, തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് അനിൽകുമാർ, കൗൺസിലർ തോമസ് തുതിയൂർ, കോൺഗ്രസ് നേതാക്കളായ സി വിജു, നൌഷാദ് പല്ലച്ചി തുടങ്ങിയവരും പങ്കെടുത്തു. കളിക്കിടെ വീണു പരിക്കേറ്റ കുട്ടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കയ്യിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് വിനോദിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ വെച്ച് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് ഒക്ടോബർ 2 കുടുംബം പരാതി നൽകി. തുടർന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. കുട്ടിക്ക് 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൃത്രിമ കൈവയ്ക്കാൻ എല്ലാവിധ ചെലവുകളും വഹിക്കാമെന്ന് അറിയിച്ചത്. വാടക വീട്ടിൽ കഴിയുന്ന 9 വയസ്സുകാരിക്ക് ഭൂമി വാങ്ങി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. വിവിധ സംഘടനകൾ വീട് വെച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥലമില്ലെന്ന് അറിയിച്ചതോടെയാണ് ഭൂമി വാങ്ങി നൽകാമെന്ന് വി.ഡി. സതീശൻ ഇവർക്ക് ഉറപ്പ് നൽകിയത്. പ്രായവ്യത്യാസമനുസരിച്ച് വിനോദിനിയുടെ കൃത്രിമ കൈക്ക് ഭാവിയിൽ രൂപമാറ്റം വേണ്ടിവരുമ്പോൾ അതിനുള്ള ചെലവുകൾ വഹിക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു.